ശിവഗിരി മുത്തങ്ങ പോലീസ് നടപടികളെ ന്യായീകരിക്കാൻ മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി നടത്തിയ വാർത്താസമ്മേളനം തിരിച്ചടിയാകുമെന്ന ആശങ്കയിൽ കോൺഗ്രസ്. സ്വയം പ്രതിരോധത്തിനായി എ കെ ആന്റണി വാർത്താസമ്മേളനം നിയമസഭയിലെ ചർച്ചയിൽ അവസാനിപ്പിക്കേണ്ടിയിരുന്ന വിഷയം വീണ്ടും സജീവ ചർച്ചയാക്കി. പ്രതിരോധിക്കാൻ ഇറങ്ങി രണ്ട് സംഭവങ്ങളിലും എ കെ ആന്റണി മാപ്പ് പറഞ്ഞത് കുറ്റസമ്മതമായി വ്യാഖ്യാനിക്കപ്പെട്ടുവെന്നും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. വൈകിയ വേളയിലെ ആന്റണിയുടെ കുറ്റസമ്മതം കൊണ്ട് കാര്യമില്ല എന്നായിരുന്നു മുത്തങ്ങ സമരനായിക സി കെ ജാനുവിന്റെ പ്രതികരണം. മുത്തങ്ങയിലെ പോലീസ് നടപടി UDF തീരുമാനപ്രകാരം തന്നെയാണ് നടന്നത് എന്നായിരുന്നു അന്നത്തെ KPC പ്രസിഡന്റ് കൂടിയായ കെ മുരളീധരന്റെ പ്രതികരണം. UDF കാലത്തെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് നിയമസഭയിൽ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനാണ് എ കെ ആന്റണി ഇന്നലെ വിശദമായ വാർത്താസമ്മേളനം നടത്തിയത്. ശിവഗിരി മുത്തങ്ങ പോലീസ് നടപടികളെ ന്യായീകരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും വർഷങ്ങൾക്ക് ശേഷവും തന്നെ കടന്നാക്രമിക്കുന്നതിലായിരുന്നു ആന്റണിയുടെ പ്രയാസം. വിഷയത്തിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെ ആരും പ്രതിരോധിക്കാത്തതിലുള്ള അമർഷവും എ കെ ആന്റണി തുറന്നു പറഞ്ഞിരുന്നു. എനിക്ക് ഏറ്റവും ദുഃഖവും വേദനയുണ്ടാക്കിയ ഒരു കാര്യം നടന്നു. അവിടെ 95 കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു. ആന്റണിയുടെ വാർത്താ സമ്മേളനം അസ്ഥാനത്തായി പോയിയെന്നും LDF സർക്കാരിനെതിരെ ഉയർന്ന പോലീസ് അതിക്രമ ആരോപണങ്ങളുടെ മുനയൊടിച്ചെന്നുമാണ് പ്രതിപക്ഷ നേതാവടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പക്ഷം. നിയമസഭയിൽ അവസാനിക്കേണ്ടിയിരുന്ന ഒരു വിഷയത്തെ പൊതുസമൂഹത്തിൽ വീണ്ടും ചർച്ചയ്ക്കിത് വഴിയൊരുക്കി. പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് ചർച്ചകൾ അവസാനിച്ച് ശിവഗിരി മുത്തങ്ങ വെടിവെപ്പിലേക്ക് ചർച്ച വഴിമാറിയതും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. മുത്തങ്ങ സംഭവത്തിലും ശിവഗിരി മഠത്തിലെ പോലീസ് നടപടിയിലും എ കെ ആന്റണി ഖേദം പ്രകടിപ്പിക്കുക കൂടി ചെയ്തതോടെ അത് കുറ്റസമ്മതമായി വ്യാഖ്യാനിക്കപ്പെട്ടുവെന്നുമാണ് ഒരു വിഭാഗം യുവനേതാക്കൾ അടക്കമുള്ളവരുടെ വിമർശനം. മുത്തങ്ങ വെടിവെപ്പിൽ എ കെ ആന്റണിക്ക് മാപ്പില്ലെന്നായിരുന്നു സമരനായിക സി കെ ജാനുവിന്റെ പ്രതികരണം. എന്തൊക്കെ പറഞ്ഞാലും അന്ന് നടന്നിട്ടുള്ള ഈ പീഡന അതിക്രമ നരനായാട്ടിന് ഒരിക്കലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതിന് മാപ്പ് നൽകാനേ പറ്റില്ല. മാപ്പ് എന്നുള്ള വാക്ക് ആ പീഡനത്തിന് അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് അവരുടെ മാനസിക മാപ്പ് സ്വീകാര്യമാകുന്ന തലങ്ങളുണ്ട്. ഈ തലങ്ങളെങ്കിലും നടപ്പിലാക്കാനുള്ള ഒരു ഇടപെടൽ എത്രയും പെട്ടെന്ന് നടത്തണം. മുൻ കോൺഗ്രസ് സർക്കാരിനെതിരെ നിയമസഭയിൽ ഉയർന്നു വന്ന ആരോപണത്തെ പ്രതിരോധിക്കാൻ അക്കാലത്തെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നുവെന്നതിന്റെ അമർഷത്തിലാണ് ഒരു വിഭാഗം നേതാക്കൾ. മുത്തങ്ങ വെടിവെപ്പിലെ പോലീസ് നടപടി സായുധ കലാപം തടയാൻ UDF തീരുമാനപ്രകാരം തന്നെ നടന്നതാണെന്ന കെ മുരളീധരന്റെ പ്രതികരണം എരിതീയിൽ എണ്ണയൊഴിക്കുന്നതായി. അന്ന് ഒരു സായുധ കലാപത്തിന്റെ രൂപത്തിലാണ് ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടായത്. അന്നത് പ്രതിരോധിക്കാൻ UDFന്റെ നേതൃത്വത്തിൽ തന്നെ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനമാണ് പോലീസ് നടപ്പാക്കിയത്. എ കെ ആന്റണി സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സി കെ ജാനു, ഗീതാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആദിവാസി ഗോത്ര മഹാസഭ കുടിൽക്കെട്ടി സമരം നടത്തിയത്. കേരളത്തിൽ നടന്ന ഏറ്റവും ക്രൂരമായ പോലീസ് അതിക്രമങ്ങളിലൊന്നായിരുന്നു മുത്തങ്ങയിലുണ്ടായത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.